ലോഗോസ് ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, സാംസൺ ഫിലിസ്ത്യ യുവതിയെ കണ്ടത് എവിടെ വച്ചാണ്? ഉത്തരം തിമ്നായിൽ വച്ച്. രണ്ടാമത്തെ ചോദ്യം, സാംസന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? ഉത്തരം ന്യായാധിപന്മാർ 14-ാം അധ്യായം. മൂന്നാമത്തെ ചോദ്യം, ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത് എവിടെ വച്ചാണ്? ഉത്തരം തിമ്നായിലെ ഒരു മുന്തിരിത്തോപ്പിൽ വെച്ച്. നാലാമത്തെ ചോദ്യം, തിമ്നായിലുള്ളവർ സാംസന് നൽകിയത് എന്ത്? ഉത്തരം 30 പേരെ തോഴരായി നൽകി. അഞ്ചാമത്തെ ചോദ്യം, സാംസൺ പറഞ്ഞ കടങ്കഥ എന്താണ്? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ആറാമത്തെ ചോദ്യം, കടങ്കഥയുടെ പൊരുൾ മനസ്സിലാക്കിയവരോട് സാംസൺ തന്റെ ഭാര്യയെ ഉപമിച്ചത് എന്തിനോടാണ്? ഉത്തരം പശുകിടാവിനോട്. ഏഴാമത്തെ ചോദ്യം, കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ സമ്മാനം നൽകിയത് എങ്ങനെയാണ്? ഉത്തരം അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച്. എട്ടാമത്തെ ചോദ്യം, സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി മാറി? ഉത്തരം മണവറത്തോഴന്റെ. ഒൻപതാമത്തെ ചോദ്യം, സാംസൺ ആരോടൊപ്പമാണ് തിമ്നായിലേക്ക് പോയത്? ഉത്തരം മാതാപിതാക്കന്മാരോട് കൂടെ. പത്താമത്തെ ചോദ്യം, സാംസൺ തേൻകൂട് കണ്ടത് എവിടെയാണ്? ഉത്തരം സിംഹത്തിന്റെ ശരീരത്തിൽ. 11ാമത്തെ ചോദ്യം, കടങ്കഥയുടെ ഉത്തരം പറയാൻ സാംസൺ നൽകിയത് എത്ര ദിവസമാണ്? ഉത്തരം 7 ദിവസം. 12ാമത്തെ ചോദ്യം, 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്ത് സമ്മാനമായി നൽകാമെന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. 13ാമത്തെ ചോദ്യം, സാംസൺ പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം ആരാണ് സാംസനോട് വന്ന് പറഞ്ഞത്? ഉത്തരം പട്ടണവാസികൾ. 14ാമത്തെ ചോദ്യം, സാംസൺ പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം പട്ടണവാസികൾ പറഞ്ഞതെങ്ങനെയാണ്? ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? 15ാമത്തെ ചോദ്യം, കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ഈ വചനം 14-ാം അധ്യായത്തിൽ എവിടെയെല്ലാം പറയുന്നു? ഉത്തരം ന്യായാധിപന്മാർ 14-ാം അധ്യായം 6-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും.